ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഈ ഞായറാഴ്ച ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കാടെ മൂത്തുമ്മാടെ മോളുടെ മോളെ കല്യാണമാണ്. അപ്പോൾ വണ്ടി കയറിയതിന് ശേഷമാണ് ഞാൻ ഈ കമ്മലിട്ടിട്ടില്ല എന്നുള്ളത് ഓർത്തത്. അങ്ങനെ പിന്നെ ബാഗിൽ കമ്മലിരിപ്പുള്ളതുകൊണ്ട് അപ്പോഴേ തന്നെ വണ്ടി ഇരുന്ന് കമ്മലിട്ട്. അപ്പോഴത്തേന് എസ്മിക്കുട്ടി ഇരിക്കുന്ന സൈഡിൽ വെയിലടിക്കുന്നേന്നും പറഞ്ഞിട്ട് ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ വാവേനെയൊക്കെ കെട്ടിപ്പിടിച്ച് എസ്മിക്കുട്ടി ഇരിക്കുക. എസ്മിക്കുട്ടിക്ക് ഇപ്പോൾ ഉള്ള തുടങ്ങിയൊരു സ്വഭാവമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ പോകുമ്പം വാവേനെ പിടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇന്നാളൊരു വാവയെ കൊണ്ടുപോയി വാവ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് വന്ന്. അത് ഇന്നാൾ ഞങ്ങൾ പോയപ്പോഴത്തേന് ആ സൈഡിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ പന്നലായി പോയതുകൊണ്ട് പിന്നെ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കല്യാണത്തിന് വന്ന്. കല്യാണം കരുവാളൂരായിരുന്നു. അപ്പോൾ ചെന്ന് വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ അവിടെ ഒരുപാട് മുട്ടായികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, ഈ പുളി മുട്ടായികളുടെ സംഭവങ്ങളൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഇവർ പിള്ളേർ മുട്ടായിയൊക്കെ തിന്ന് ഞാനും ഇക്കായും കൂടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം ആൾക്കാരൊക്കെ വരുന്നുള്ളേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാടുമ്മ ഒന്നും വന്നില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറച്ച് ലേറ്റായാണ് വന്നത്. അപ്പം അവരൊക്കെ വരുന്ന സമയമായപ്പോഴത്തേന് നിക്കാഹൊക്കെ കഴിഞ്ഞ് ചെക്കനും ഇങ്ങ് വന്ന് താലി കെട്ടുന്ന സമയമൊക്കെ ആയി. അപ്പോഴത്തേന് മീരാത്തായും എല്ലാവരും അതിന് മുമ്പേ വന്നായിരുന്നു എന്തായാലും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് താലി കെട്ടുന്ന സമയമൊക്കെ നമ്മളവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ സ്വന്തക്കാരെയൊക്കെ കണ്ട്. അങ്ങനെ ഞാനും മീരാത്തായും പിള്ളേരും എല്ലാവരും കൂടെ ഒരു സ്ഥലത്തിരുന്നിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേന് എസ്മിക്കുട്ടിയും ഷിഫാനയും കൂടെ ഇരുന്ന് റോക്ക് സോൾട്ട് പെപ്പർ മേടിക്കുകയാണ് കേട്ടോ. റോക്ക് പേപ്പർ സിസർ കളിക്കുകയാണ് രണ്ടുപേരും കൂടെ. കളിച്ച് ഇവക്കും എസ്മിക്കൊട്ടും മടുക്കത്തുമില്ല. ഷിഫാനാണെങ്കിൽ പിന്നെ കുഞ്ഞായതുകൊണ്ട് ഇരുത്തി കളിപ്പിക്കുമായിരുന്നു. ഷിഫാന എന്ന് പറഞ്ഞാൽ ഇത്താടെ മോളാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ പരിപാടി ഫുഡ് ഇടിയാണല്ലോ. നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പം മീരാത്താക്ക് ഞങ്ങളോട് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അപ്പം ഉമ്മായും മക്കളും മീരാത്തയുടെ മക്കളും ഞങ്ങളും എല്ലാവരും കൂടെ ഒരേ സീറ്റിൽ ഇരുന്ന് കഴിച്ച്. അവസാനം പിന്നെ ഷിഫാനൊക്കെ ഞാൻ വാരി കൊടുക്കേണ്ടിയിരുന്നു. ഷിഫാന ചോറ് കഴിക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ അവർക്ക് ചോറൊക്കെ വാരി കൊടുത്ത് അവരെല്ലാം ഉമ്മച്ചിയെ ഏൽപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ഐസ്ക്രീമൊക്കെ കുടിച്ച്. എസ്മി ഐസ്ക്രീം എടുത്ത് വണ്ടിയിൽ കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേന് ഒളിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുക കേട്ടോ ഈ വീഡിയോയിൽ. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ ഡിയേഴ്സ്.